അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടാൻ്റെ പരിപാടി നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചെനച്ച മൂവാമണ്ട മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞങ്ങൾ ആ കറിക്ക് പറയുന്ന പേര് കടുമാങ്ങാക്കറി എന്നാണ്. മാങ്ങാക്കറി എന്ന് പറയും. അതായത് അച്ചാറല്ല ഇത്. നമ്മുടെ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഒരു ചാറ് കൂട്ടാൻ വേണം, എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ വേണം. തേങ്ങ അരയ്ക്കേണ്ട, മോര് വേണ്ട, പരിപ്പ് വേണ്ട, ഒന്നും വേണ്ട. നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെനച്ച മൂവാണ്ട മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ടത് 2 പച്ചമുളക്, ആവശ്യത്തിന് കരിവേപ്പില. ഇത് നമ്മൾ ആദ്യം റെഡിയാക്കും. ഇത് നുറുക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഏറ്റവും പ്രധാനം ഇതിൽ കായപ്പൊടി, അതുപോലെ ഉലുവയും വേണം. എൻ്റെ ചേട്ടൻ 2 പ്രദേശമാണ്, അതിൽ ചെറിയ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണിത്. ഇതും പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ മെഴുക്ക് വരട്ടിക്ക് വെണ്ടയ്ക്കാണ്. അപ്പോൾ ഇന്ന് ആ കറി വെണ്ടയ്ക്കുമാണ്. ഇന്ന് മുട്ട ഇരിക്കുന്നുണ്ട്, മുട്ട ഓംലെറ്റ് ഉണ്ടാക്കും. അതാണ് ഇന്ന് ഞങ്ങളുടെ റെസിപ്പി. അപ്പോൾ ഞാൻ ആ മാങ്ങ അരിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് നന്നായിട്ട് ചെനച്ച മാങ്ങയായിട്ട് ഇത് കണ്ട ഞങ്ങളുടെ മാവിൽ നിന്ന് തന്നെ പറിച്ചതാണ്. ഇത് വേണ്ട ചെനച്ചിട്ടുണ്ട്. ഈ ചെനച്ച മാങ്ങയാണ് ഈ കറി വെക്കാൻ. പുളിയുള്ള മാങ്ങ കൊണ്ട് നമുക്കത് വെക്കാം, പക്ഷെ പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ശർക്കര ഇടേണ്ടി വരും. ഇതാകുമ്പോൾ അത് വേണ്ട, നന്നായിട്ട് ചെനച്ചതാണ്. ഞാൻ നുറുക്കി കാണിച്ചു തരാം, അതിലാണ് കാര്യം. മാങ്ങ പൂളി ഇട്ടോ, അപ്പോൾ ഏകദേശം 2 ദിവസം കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് പഴുക്കും. ആ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാം പൂളിയിട്ടുണ്ട്. ഇനി ഇത് നുറുക്കുന്നത് എങ്ങനെയാണെന്നറിയാം. നമ്മൾ ഈ കല്യാണത്തലേന്നൊക്കെ നമ്മളൊരു മാങ്ങാക്കറി വെക്കും. ഇതുപോലെ മാങ്ങ ചെറുതായിട്ട് കുനുകുനാ ഇത് കണ്ട കുറേ ഇങ്ങനെ വരഞ്ഞിട്ട്, ഇങ്ങനെ വരഞ്ഞിട്ട് കുനുകുനാന്നരിയും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അച്ചാറിടാനായിട്ടാണ്. കല്യാണങ്ങൾക്കൊക്കെ തലേ ദിവസം നമ്മളൊരു മാങ്ങ കൊണ്ട് ടെമ്പറേക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ടാണ് അത് അച്ചാറിടുക. പക്ഷെ ഇത് അങ്ങനെ അച്ചാറല്ല. ഇത് കുറച്ച് ഗ്രേവി കൂടുതലുള്ള, അതായത് നമുക്ക് ചോറുണ്ടെങ്കിൽ ഗ്രേവി വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഗ്രേവി ഉള്ള രീതിയിലാണ് നമ്മൾ വെക്കുക. ഇത് കണ്ടോ നുറുക്കിയേക്കണം. കണ്ടോ ഇതേ ഇങ്ങനെ നുറുക്കണം, കുഞ്ഞിതായിട്ട് നുറുക്കണം.